ചിലരെ സംബന്ധിച്ചിടത്തോളം തല്ലുകൾ കൊള്ളൽ രോഗികളുണ്ട്. ചിലർ 3 തല്ല് കൊടുത്ത് 4 തല്ല് കൊള്ളും. ചില ചേടത്തിമാർ 4 കുത്തുവാക്ക് പറഞ്ഞ് 2 കൊണ്ടില്ലെങ്കിൽ 2 തല്ലെങ്കിലും കൊണ്ടില്ലെങ്കിൽ ഉറങ്ങാൻ പറ്റില്ല. അങ്ങനത്തെ രോഗികളായിട്ടുള്ളവരുണ്ട്. ചിലർ വലിഞ്ഞു കയറി ചെന്ന് വല്ലവരുടെയും കോമ്പൗണ്ടിൽ കയറി അവിടെ നിന്ന് 2 തല്ല് കൊള്ളും. അല്ലെങ്കിൽ ചെറിയ ഞൊണ്ടിക്കളവ് കടത്തി അവിടെ നിന്ന് 2 തല്ല് കൊള്ളും. ഇങ്ങനെ തല്ലുകൊള്ളൽ രോഗികൾ എന്ന് പറയുന്ന പാർട്ടീസിൻ്റെ ജീവിതത്തിൽ എപ്പോഴും അസ്വസ്ഥതയായിരിക്കും. ഇതൊരു രോഗം പോലെയാണ്. ഇതൊരു പൈശാചിക ബന്ധനമാണ്. കർത്താവേ, ഈ മക്കളെ ഇതിൽ നിന്ന് മോചിപ്പിക്കണമേ, ഇവരെ സുഖപ്പെടുത്തണമേ. കർത്താവേ, ഈ തല്ലുകൊള്ളൽ സ്വഭാവത്തിൽ നിന്ന് തന്നെ നിയന്ത്രിക്കുവാനുള്ള കൃപാവരം തന്നെ ഇവരുടെ മനസ്സിലും സംസാരത്തിലും പ്രവൃത്തിയിലും കർത്താവെ അങ്ങ് ഇവരോടൊപ്പം ഉണ്ടായിരിക്കണമേ. ഇവരുടെ ഈ ബലഹീനതയിൽ നിന്ന് മോചനം നൽകണമേ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.